ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ സം കോൺസ്റ്റൻസ് എ ആൻഡ് ബി ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? y ഈക്വൽ ടു എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ആണ്. പോളിനോമിയൽസിൻ്റെ പ്രോഡക്റ്റ് വന്നിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. വേറൊരു റൂളുണ്ട്, പ്രോഡക്റ്റ് റൂള്, പക്ഷെ അതിനേക്കാളും നല്ലത് ഓപ്പൺ ചെയ്യണതിനായിരിക്കുള്ളൂ. മൾട്ടിപ്ലിക്കേഷൻ വന്നാൽ ഓപ്പൺ ചെയ്തിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു മൈനസ് ബി എക്സ്, മൈനസ് എ ഇൻറ്റു എക്സ്, മൈനസ് എ ഇൻറ്റു മൈനസ് ബി പ്ലസ് എ ബി. ഇതാണ് y. ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോവാണ്. dy ബൈ ഡി എക്സ് ഈക്വൽ ടു ഓരോ ടേമിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2 ഇൻറ്റു എക്സ് റേസ് ടു 2 മൈനസ് 1. ഈ സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല, എന്നാലും എഴുതാണ്. എക്സ് റേസ് ടു n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1 മൈനസ് ബി എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ബി ഇൻറ്റു 1, എക്സിൻ്റെ 1 അല്ലേ, ബി ഇൻറ്റു 1, എ എക്സിൻ്റെ ഡെറിവേറ്റീവ് എ ഇൻറ്റു 1. ഇവിടെ പലർക്കും ഡൗട്ട് വരാറുണ്ട്. എ ഇൻറ്റു ബി ഒരു കോൺസ്റ്റൻ്റ് ആണ്, എയും ബിയും കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എ കോൺസ്റ്റൻ്റ് ബി കോൺസ്റ്റൻ്റ് ആകുമ്പോൾ എ ബിയും ഒരു കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് 0. ഇപ്പം ഇത് 2x ആയി അല്ലേ. പിന്നെ മൈനസ് ബി ഉണ്ട്, പിന്നെ ഇവിടെ ഒരു മൈനസ് എ ഉണ്ട്. ഇതാണ് ആൻസർ. 2x മൈനസ് ബി മൈനസ് എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് വൺ പറഞ്ഞിരിക്കുന്നത് y ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി ഓൾ സ്ക്വയർ എന്നാണ്. dy ബൈ ഡി എക്സ് കാണണം. ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യുന്നതാണ് നല്ലത്. എക്സ്പാൻഡ് ചെയ്തിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഇത് എ പ്ലസ് ബി ഓൾ സ്ക്വയർ ആണല്ലോ. അപ്പോൾ എ സ്ക്വയർ, എ പ്ലസ് ബി ഓൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇതാണ് എ പ്ലസ് ബി ഓൾ സ്ക്വയർ. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. സ്ക്വയർ ചെയ്യുമ്പോൾ ഇവിടെ എ സ്ക്വയർ ഇൻറ്റു എക്സ് റേസ്റ്റ് 4 വരും. അറിയാമല്ലോ, എക്സിൻ്റെ പവർ മൾട്ടിപ്ലൈ ചെയ്യണം. എ സ്ക്വയർ എക്സ് റേസ്റ്റ് 4. ഇവിടെ വരുമ്പോൾ 2ab എക്സ് സ്ക്വയർ. ശരിയാണോ? 2ab എക്സ് സ്ക്വയർ. അടുത്ത ടേം ബി സ്ക്വയർ ആണ്. ഇതാണ് y. dy ബൈ ഡി എക്സ് ആണ് കാണേണ്ടത്. പ്ലസും മൈനസും വരുമ്പോൾ ഓരോ ടേമിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. എ സ്ക്വയർ എക്സ് റേസ്റ്റ് 4നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ എ സ്ക്വയർ മാറ്റി നിർത്താം. കോൺസ്റ്റൻ്റ് അല്ലേ എ സ്ക്വയർ. എ സ്ക്വയർ ഇൻറ്റു വരുമ്പോൾ എ സ്ക്വയർ മാറ്റി നിർത്തി. എക്സ് റേസ്റ്റ് 4ൻ്റെ ഡെറിവേറ്റീവ് 4 ഇൻറ്റു എക്സ് റേസ്റ്റ് 4 മൈനസ് 1 n ഇൻറ്റു എക്സ് റേസ്റ്റ് n മൈനസ് 1 പ്ലസ് ഇവിടെ 2ab ഫുള്ളും കോൺസ്റ്റൻ്റ് തന്നെയാണ്. കോൺസ്റ്റൻ്റ് ഇൻറ്റു എക്സ് സ്ക്വയർ എന്നാണ് ഇതിപ്പോൾ. കോൺസ്റ്റൻ്റ് ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ആ കോൺസ്റ്റൻ്റ് മാറ്റി നിർത്തണം. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x. ഇവിടെയാണ് എല്ലാവരും തെറ്റിക്കുന്നത്. ബി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ചോദിക്കുമ്പോൾ 2b എന്ന് എഴുതാറുണ്ട് പലരും. ബി ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബി സ്ക്വയറും ഒരു കോൺസ്റ്റൻ്റ് ആണ്. ബി സ്ക്വയർ ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ 3 ഒരു കോൺസ്റ്റൻ്റ് ആണ്. 3 സ്ക്വയറും കോൺസ്റ്റൻ്റ് ആണ്. 3 സ്ക്വയർ 9 അല്ലേ, കോൺസ്റ്റൻ്റ് തന്നെ അല്ലേ.
അപ്പോൾ സ്ക്വയർ ഉണ്ട്, കോൺസ്റ്റൻറ്റിൻ്റെ സ്ക്വയർ കോൺസ്റ്റൻറ്റ് തന്നെയാണ്. അപ്പോൾ ബി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 0 എന്ന് എഴുതണം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ 4a² കറക്റ്റ് അല്ലേ? 4a² പ്ലസ് ഇവിടെ 2 × 2 കാണുന്നുണ്ടോ? 2 × 2 4, 4abx. ഇതാണ് ആൻസർ.